ഓ ആ ആ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. നിങ്ങൾ കാപ്പിയൊക്കെ കുറിച്ച് റെഡി ആയിട്ടിരിക്കുകയാണോ? യെസ് മിസ്. ഓ ശ്രീവിഷ്ണു ജോറാണല്ലോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഈവനിങ് മിസ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമ്മൾ ഏതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? നമ്മൾ ഏതാ കഴിഞ്ഞ രാവിലെ ക്ലാസ്സിൽ ഏതാ എടുത്ത് നിർത്തിയത്? ഹിന്ദി ഹോംവർക്ക് ഹിന്ദി ഹോംവർക്ക് കലങ്ങുന്ന എല്ലാം കൂടി കലങ്ങി പോയടാ. എല്ലാം കൂടി കലങ്ങിപ്പോയോ? എല്ലാരും വീഡിയോ ഓൺ ചെയ്തൊന്ന് നോക്കട്ടെ. നിങ്ങളെ മുഖം ഗ്ലാമർ ഇല്ലേ നോക്കട്ടെ. രാവിലെ കണ്ട മുഖല്ലേ. എല്ലാവർക്കും വീഡിയോ ഓൺ ചെയ്യാൻ മടിയാണ്. എന്താണ് എന്താണ് എടുത്തിട്ട് വിരലിനുള്ളിൽ നാത്തിനുള്ളിൽ കുത്തുന്നേ? വെറുതെ കുത്തി നോക്കുന്നേ? ബോധമുണ്ടോ നോക്കിയതാ? അല്ല, ഞാൻ ചിലവരിങ്ങനെ ഈ ബോധുലാടിരിക്കുമ്പോ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കൂല. അതുപോലെ ഒന്ന് സ്പർശനശേഷി. ജസ്റ്റസ് രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഉറങ്ങിപ്പോയിന്നോ? എവിടെയാ ഇന്നലെ പോയത്? ഇന്നലെ എടക്കൊന്ന് പെരുമട. ആഹാ, അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടാ വന്നേ? ഇവിടെ 12 ഓഹോ, രാവിലെ 7:45 അല്ലേ നമ്മളെ ക്ലാസ് അല്ലേ? ഇനിയിപ്പോ ബുധനാഴ്ചയാണ് ക്ലാസ് കേട്ടോ, ശനിയാഴ്ച അല്ല, ഇനി ബുധനാഴ്ചയാണ്. ഉറങ്ങിപ്പോലെ. എന്താണ്? ആഴ്ചയിൽ ഒരു ദിവസമേ ഉള്ളൂ 7:45 ക്ലാസ് ഇല്ലാത്ത ദിവസം. ഏത് ദിവസം? ചൊവ്വാഴ്ച. ബാക്കി എല്ലാ ദിവസം 7:45 നല്ല മക്കളാ. നിങ്ങളെ നല്ല മക്കളാവില്ലേ? കാരണം നിങ്ങൾ രാവിലെ ഉറങ്ങി എഴുന്നേൽക്കുമല്ലോ. ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരും മടയന്മാരും ആവും. പക്ഷെ 4:45 ക്ലാസ് ഇല്ല. ബാക്കി എല്ലാവരും 10 മണി വരെ 9 മണി വരെ ഉറങ്ങിയിട്ട് മടിയന്മാരാവും. നിങ്ങൾ നല്ല മക്കളായിട്ട് വരും കണ്ടോ. ഓക്കെ, നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലെ പേജ് നമ്പർ 58 പറഞ്ഞു നിർത്തി അല്ലേ? നമ്മളെന്റെ അത് എഴുതിയിട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞു. തത്സമ തൽഭവ ശബ്ദങ്ങൾ ഹിന്ദിയിൽ ഏത് സംസ്കൃത വേർഡുകളാണ് തത്സമ ശബ്ദം. അതിന്റെ തന്നെ ഹിന്ദി വേർഡാണ്. അതിൽ നിന്ന് ഉത്ഭവിച്ച ഹിന്ദി വേർഡിനെയാണ് നമ്മൾ തൽഭവ ശബ്ദം എന്ന് പറഞ്ഞത്. അതിന്റെ വേർഡ് മീനിങ്ങും എഴുതി. നേരത്തെ എല്ലാവരും എഴുതാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഇനി എന്ത് മോനെ? ഏത് പാഠത്തിന്റെ? റഹീം കെ ദോഹേന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സോ? അത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഞാൻ നോട്ടിൽ എഴുതി വെച്ചിട്ടില്ല, ടെക്സ്റ്റിൽ എഴുതി വെച്ചിട്ടില്ല. കാരണം ആ വരികൾ എനിക്ക് അവിടെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് അത് അയച്ചു തരുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ ആ വരികൾ നോക്കി കണ്ടുപിടിച്ച് എഴുതിയേ വേണ്ട കേട്ടോ. വരികൾ നോക്കിയിട്ട് കണ്ടുപിടിച്ച് എഴുതണേ. ഇനി 14ാമത്തെ ചാപ്റ്റർ നമുക്ക് വ്യാകരണം. ഇനി ഗ്രാമർ ഭാഗം, കുറച്ച് വ്യാകരണ ഭാഗമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്.
ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സംജ്ഞ. സംജ്ഞ എന്ന് പറഞ്ഞു. നൗണ് പറഞ്ഞ നാമം. ഏതെങ്കിലും വ്യക്തമായി പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സംജ്ഞ, നാമം. किसी भी मनुष्य वस्तु स्थान या भाव के नाम को संज्ञा शब्द कहते हैं. ഭൂമിയിലുള്ള എല്ലാ സാധനത്തിന്റെ പേരും സംജ്ഞയാണ്, സംജ്ഞയിൽ പെടുന്നതാണ് അല്ലെ. എല്ലാം ബെഞ്ച്, കസേര, ആതിര, ജസ്റ്റസ്, ജ്വാന ഇവരെല്ലാം എന്താണ് ഏൽപ്പെടുന്നതാണ്? സംജ്ഞയിൽ പെടുന്നതാണ്. അതിനിടയിൽ ഇനി പാടിയോടിച്ചാൽ, വയക്കര, ചെറുപുഴ ഇതും എന്താണ്? സംജ്ഞയിൽ പെടുന്നതാണ്. സ്ഥലങ്ങളുടെ പേരും വസ്തുക്കളുടെ പേരും എല്ലാം പെടുന്നത് സംജ്ഞാ ശബ്ദമാണ്, നൗണിലാണ്. എല്ലാരും വീഡിയോ ഓൺ ചെയ്തേ. Noun is a name of person, place, things and abstract ideas. അല്ലേ? നൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. താഴെ ശബ്ദ പഠിയേ ഔർ ചാണ്ടിയേ, റീഡ് ദെൻ റൈറ്റ്. ബ്രാക്കറ്റിൽ കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? മിസ് വായിച്ചുതരാം. दिल्ली, रामायण, श्री कृष्ण, तोता, पेड़, नदी, गुलाब, राम, कुतुब मीनार, आगरा, अमेरिका, बुढ़ापा, जवानी, बचपन, बस्ता, गुरु ग्रंथ साहब, विद्यालय, पेंसिल, नदी, घर, सुंदरता, अच्छाई, गरीबी, मोटापा, लंबाई, कटवाहट. ഇത്രയും വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും വാക്കുകളിൽ നിന്ന് എന്ത് എഴുതണം? വേർതിരിച്ച് എഴുതണം. എക്സാമ്പിൾ തന്നിട്ടുണ്ട് നിങ്ങൾക്ക്, കുറേ തന്നു, അത് നിങ്ങൾ വേർതിരിച്ച് എഴുതണം. എന്ന് വ്യക്തിവാചക സംജ്ഞയിൽ ഏതാണോ പെടുന്നത് അവ വ്യക്തിവാചക സംജ്ഞ എന്നുള്ള കോളത്തിൽ എഴുതണം. ജാതിവാചക സംജ്ഞ ഏത് ഇതിലാണ് പെടുന്നത് അത് അതിൽ എഴുതണം. ഭാവവാചകം പറഞ്ഞാല് അതിൽ വേറെ. വ്യക്തിവാചകം എന്ന് പറഞ്ഞാല് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര് വ്യക്തിവാചക സംജ്ഞയിൽ വരും. കേട്ടല്ലോ? അപ്പൊ ഞാനിപ്പോ പറയുമ്പോ നമുക്കിപ്പോ വ്യക്തിവാചക സംജ്ഞയിൽ 1 നമ്പർ ഇടാം. അതുപോലെ ജാതിവാചക സംജ്ഞക്ക് 2 നമ്പർ ഇടാം. ഭാവവാചക സംജ്ഞക്ക് 3 നമ്പർ ഇടുക. അപ്പൊ മിസ് ഇപ്പൊ ഓരോരോ ഉത്തരത്തിന്റെയും മുകളിൽ നമ്പർ ഇടാൻ പറയുമ്പോൾ നിങ്ങൾ ആ നമ്പർ അവിടെ ഇട്ട് വെക്കണം. എന്നിട്ട് പിന്നീട് നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ എഴുതി വെക്കുക അവിടെ താഴെ. കേട്ടോ? മേലെയുള്ള ആൻസറിന് മിസ് പേജ് നമ്പർ 59 59 കണ്ടിട്ട് മക്കളെ? 59 59 വ്യാകരണ ഭാഗമാണ് പറഞ്ഞ താഴത്തെ. അപ്പൊ മിസ് ആ മുകളിലത്തെ ബോക്സിലെ ഓരോ വാക്കുകളുടെ മേലെ നിങ്ങൾ ചെറുങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? 1 ആണെങ്കിൽ 1 നമ്പർ ഇടുക, 2 ആണെങ്കിൽ 2, ഇല്ലേ 3 ആണെങ്കിൽ 3. എന്നിട്ട് നിങ്ങൾ 1 നില ഭാഗത്ത് വ്യക്തിവാചക സംജ്ഞയിൽ 1 ഇട്ട നമ്പറിലെ വാക്കുകളെല്ലാം 1ാമത്തെ ബോക്സിൽ എഴുതുക. 2 നമ്പർ ഇട്ട് ജാതിവാചക സംജ്ഞയിൽ എഴുതുക. 3 നമ്പർ ഇട്ടത് ഭാവവാചക സംജ്ഞയിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ? ഇപ്പൊ ഇവിടെ ദില്ലി നമ്മുടെ വ്യക്തിവാചക സംജ്ഞയിൽ 1ലാണ് അല്ലേ? അവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ദില്ലി. അടുത്ത രാമായണം. അതെയിലാ പെടുക? മൂന്നാമത്തെ 3 നമ്പർ ഇടാം. 3 ഭാവവാചകം 3. രാമായൺ 3. ശ്രീകൃഷ്ണൻ 1 വ്യക്തിവാചകയിലാണ് ശ്രീകൃഷ്ണൻ. മനസ്സിലായ മക്കളെ? സൈഡിൽ തന്നെ 1 നമ്പറിൽ പെൻസിൽ കൊണ്ട് ഇട്ട് വെക്ക്. തോത്ത 2 അല്ലേ ജാതിവാചകയില്, അത് കൊടുത്തിട്ടുണ്ട്. പേട് ജാതിവാചകയിലാണ്. പേട് 2. തോത്താന്ന് പറഞ്ഞല്ലോ. തോത്ത എക്സാമ്പിൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ജാതിവാചകത്തിൽ 2ാമത്തേല്. പേടിന്റെ 2ാമതാണ്. ജാതിവാചകം എന്ന് പറഞ്ഞാല് പിന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു കൂട്ടമായിട്ടുള്ള സംഭവം. ഇപ്പം പക്ഷികള്,
അങ്ങനെ എന്താ പറയണ്ടേ, ഒരുതരം ഒരു ജാതിയെ പ്രതിനിധീകരിക്കുന്ന പറഞ്ഞ, അതായത് വസ്തുക്കളുടെയും ബാക്കിയുള്ളവർക്ക് പേര് ഇതിലെ വരിക. ഏതില്? ജാതിവാചക സംജ്ഞയില്. അതായത് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര് ഇതിൽ വന്നു, വ്യക്തിവാചകിൽ വന്നു. ഭാവവാചക ഇതിലൊന്നിലും പെടാത്ത വാക്കുകൾ, മിഠായി, മധുരം, കയ്പ്, അങ്ങനെയുള്ള ഒന്നിലും പെടാത്ത വാക്കുകളാണ് ഈ ഭാവവാചകിൽ വരിക കേട്ടാ. വ്യക്തിവാചകില് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേര്, വസ്തുക്കളുടെയും ബാക്കിയുള്ളതെല്ലാം ജാതിവാചകില്. അപ്പൊ അടുത്ത നെക്സ്റ്റ് നദി. നദി എന്ന് പറയുമ്പോ ഏൽപ്പെടും നദി. രണ്ടാമത് 2 ഗുലാബ്. അത് മൊട്ടായില്ലേ? ഗുലാബ് പറഞ്ഞാൽ പനിനീർപ്പൂ. ഗുലാബ് അതും ഏതിലാ വരുക? 2. രാം ഒന്നാമത്തത് വ്യക്തിവാചകള്. രാം. കുത്തബ് മിനാർ 1. കുത്തബ് മിനാർ സ്ഥലത്ത് ഇത് പേരാണ് കുത്തബ് മിനാർ. ആഗ്ര 1. അമേരിക്ക 1. ബുഡാപ്പ 3. ഭാവവാചക സംജ്ഞയില് ബുഡാപ്പ, വാർദ്ധക്യാവസ്ഥയാണ് നമ്മൾ ബുഡാപ്പ എന്ന് പറയുന്നത്. ജവാനി 3. ജവാനി ജവാന്മാര് എന്നാണ് പറഞ്ഞത്. ബച്പൻ കുട്ടിക്കാലം 3. ബസ്ത 3. തെരുവ് ബസ്ത. ഗുരു ഗ്രന്ഥ് സാഹബ് ജാതിവാചക് 2. വിദ്യാലയ 2. പെൻസിലും 2. പെൻസിൽ. നദി കുറെ പ്രാവശ്യം വരുന്നുണ്ട്. നദി നമ്മൾ എഴുതിയല്ലേ, നദീനെ വീണ്ടും കൊടുത്തിരിക്കുന്നുണ്ട് അല്ലെ. നദി അതും 2. ഘർ രണ്ടാമത്തത്. സുന്ദരത 3. സൗന്ദര്യം മൂന്നാമത്തത്. അച്ചായി 3. നന്മ. ഗരീബി 3. അത് അവിടെ ഉണ്ട്. മോട്ടാപ്പ അതും 3. ലംബായി അതും 3. കഡ്വാഹട്ട് അതും 3. അപ്പൊ നിങ്ങളെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേ. അതായത് സംജ്ഞ എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെയും വസ്തുക്കളുടെയും സ്ഥലത്തിന്റെയും ഭാവത്തിന്റെയും പേരാണ്. അതില് വ്യക്തികളുടെയും സ്ഥലത്തിന്റെയും പേര് വ്യക്തിവാചക സംജ്ഞയിൽ വരും. എല്ലാ വസ്തുക്കളുടെ പേരും ജാതിവാചകിൽ വരും. വസ്തുക്കള്, പക്ഷികള്, മൃഗങ്ങളൊക്കെ അതിൽ വരും. അതുപോലെ ഇതിലൊന്നും പെടാത്തവ ഏതിൽ വരും? ഭാവവാചക സംജ്ഞയില്. കുറച്ച് ക്ലിയർ ആയോ? വ്യക്തിവാചക സംജ്ഞയിൽ ഇത്രയേ ചിന്തിക്കേണ്ടത്. വ്യക്തികളും സ്ഥലങ്ങളുടെ പേര് മാത്രമേ വ്യക്തിവാചക. അപ്പൊ നിങ്ങൾക്ക് ഒരു 3-4 ആൻസർ ബ്രാക്കറ്റ് കൊടുത്തിട്ട് അതിൽ നിന്ന് വ്യക്തിവാചക സംജ്ഞ എടുത്തെന്ന് പറഞ്ഞാൽ വ്യക്തികളെയും സ്ഥലത്തിന്റെയും പേരുണ്ടെങ്കിൽ അത് മാത്രം എടുത്ത് എഴുതിയാൽ മതി. മനസ്സിലായോ? ക്ലിയർ ആയോ മക്കളെ? അപ്പൊ സംജ്ഞ അല്ലെങ്കിൽ നൗൺ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഒന്ന് പറഞ്ഞേ. വ്യക്തികളുടെയും ഏതെങ്കിലും ഒരു വ്യക്തിയുടെയോ വസ്തുവിന്റെയോ സ്ഥലത്തിന്റെയോ ഭാവത്തിന്റെയോ പേരിനെ കുറിക്കുന്ന ശബ്ദമാണ് സംജ്ഞ. കിസി ഭി മനുഷ്യ വസ്തു സ്ഥാൻ യാ ഭാവ് കെ നാം കോ സംജ്ഞ ശബ്ദ കഹത്തെ ഹെ. നിങ്ങൾ അപ്പൊ നോട്ടിലേക്ക് സംജ്ഞ എന്ന് ഹെഡിങ് എഴുതിയിട്ട് ആ ഹിന്ദി മാത്രം എഴുതിയെടുക്കണം. किसी भी मनुष्य वस्तु स्थान या भाव के नाम को संज्ञा शब्द कहते हैं.
എന്നിട്ട് അതിന് താഴെ വ്യക്തിവാചകം എഴുതിയിട്ട് ഒരു കോളം വരക്കുക, ജാതിവാചകം എഴുതിയിട്ട് ബോക്സ് വരക്കുക, ഭാവവാചകം എഴുതിയിട്ട് ബോക്സ് വരച്ചാൽ ഇതിനുള്ളിൽ നല്ല ഭംഗിയായിട്ട് ആ ബോക്സിൽ നിറയെ എഴുതി വെക്കുക. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? ആയാ അതെയാ? കേട്ടോ? അത്രയും നിങ്ങൾ എഴുതണം കേട്ടോല്ലോ. ഇപ്പൊ തന്നെ എഴുതി വെച്ചോ. किसी भी मनुष्य वस्तु स्थानीय नाम को संज्ञा कहते हैं. നമുക്ക് അടുത്ത ക്ലാസ് വഴി എക്സാം വെച്ചാലോ? പഠിച്ചിട്ട് വരുവോ? ഇല്ല. അടുത്ത ക്ലാസ്സിൽ ഏതാണ് പഠിച്ചിട്ട് വരുന്നത്? 10ാമത്തെ ലെസൺ ദൂസരി ലക്ഷ്മിബായി വെക്കട്ടെ. മിസ്സേ ദൂസരി ലക്ഷ്മിബായി എന്നുള്ള ലെസണിന്റെ വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ പഠിച്ചു വരുവോ? fill in the blanks, match the following, അതുപോലെ മുഹാവരവും കർത്ത്. പക്ഷെ അല്ല മിസ്സേ, അല്ലേലെ തന്നെ ഒരു എക്സാം പറഞ്ഞിരുന്നു അടുത്ത ശനിയാഴ്ച. അല്ല ഇന്ന് 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 എന്നിട്ട് ആരും പഠിച്ചില്ലല്ലോ. അതേത് പാടാ പറഞ്ഞത്? ഇതന്നല്ലേ? അതന്നെ. നമുക്ക് എന്നാലും ബുധനാഴ്ച എക്സാം ഉണ്ട്, എല്ലാവരും റെഡി ആയിട്ട് വരണേ. ബുധനാഴ്ച നിങ്ങൾ സമയം മാറ്റിയില്ലേ? ബുധനാഴ്ച രാവിലെ 7:45 അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാല് 12:15. 12:15 വെക്കാം. എനിക്ക് കിട്ടി, ഞാൻ എവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ 12:15 എക്സാം. അപ്പൊ എക്സാമിന് റെഡി ആയിട്ട് തന്നെ വരിക, പഠിക്കുക കേട്ടോ എല്ലാവരും. മറന്നുപോലെ മക്കളെ. അല്ലാതെ പാഠം ഇങ്ങനെ എടുത്തു പോയിട്ട് കാര്യമില്ല, നിങ്ങൾ പഠിക്കാതെ. ഓരോരോ പാഠങ്ങളും കൂടി അതിന്റെ കൂടെ പഠിച്ചാലേ നമുക്ക് ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. 10ാമത്തെ ലെസൺ ദൂസരി ലക്ഷ്മിബായി. അതെല്ലാരും പഠിച്ചിട്ട് വരുമോ നന്നായിട്ടേ? പത്താമത്തെ ലെസൺ പറയണേ, പരീക്ഷ. അപ്പൊ അടുത്ത ബുധനാഴ്ച 10ാമത്തെ ലെസൺ ദൂസരി ലക്ഷ്മിബായിലെ ലെസൺ അവനായി. പിന്നെ എക്സാം ആണ്, അത് പഠിച്ചിട്ട് വരിക നന്നായിട്ട്. വെറുതെ ഇങ്ങനെ ഒരു തമാശക്ക് വേണ്ടി ഒരു ജോളിയായിട്ട് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതി അയക്കുന്ന അവസ്ഥ വരരുത്. ഓരോ ലെസണും നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞത് എന്താണ്? ഒന്നിച്ച് ഒരു 5-6 പാഠം ഒന്നിച്ച് പഠിക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഓരോരോ പാഠം നിങ്ങൾ ശ്രദ്ധിക്കല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. കേട്ടല്ലോ? അതിൽ സപ്ന ശബ്ദം എഴുതുന്നുണ്ടോ എല്ലാവരും? ഇപ്പോ സപ്ന എന്താണെന്ന് ഹെഡിങ് എഴുതി വെച്ചിട്ട് എഴുതിക്കോ. किसी भी मनुष्य वस्तु स्थान या भाव के नाम को संज्ञा शब्द कहते हैं. വൃത്തിയിൽ എഴുതണേ നോട്ടില്.
അപ്പൊ ശ്രദ്ധിക്കുക, വ്യക്തിവാചക സംജ്ഞയില് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരാണ് വ്യക്തിവാചക സംജ്ഞയിൽ വരിക. അതായത് വസ്തുക്കളുടെ ഒക്കെ പേര് ജാതിവാചകയിൽ വരും. ഇതിലൊന്നിനും പെടാത്ത ഭാവവാചകയിൽ വരുന്നത് ഏതൊക്കെയാണ്? ഇതിലൊന്നും പെടാത്ത വാക്കുകൾ, ഭാവങ്ങൾ ഏതൊക്കെ? ഇപ്പം ബുഡാപ്പ, വൃദ്ധാവസ്ഥ, കുട്ടിക്കാലം, അങ്ങനെയുള്ള വാക്കുകൾ. ബുരായി, നന്മ, തിന്മ, അതൊക്കെയാണ് ഏത് ഭാവവാചക സംജ്ഞയിൽ പെടുക. മിസ്സേ സുന്ദരത ഏതാ? ഭാവവാചകാണോ? ഏതാണ് മോനെ? സുന്ദരത ഭാവവാചകയിലാണ്. സൗന്ദര്യം അത് വ്യക്തിയും അല്ല, വസ്തുക്കളും അല്ല, സ്ഥലവും അല്ലല്ലോ. അപ്പൊ അത് ഏൽപ്പെടുത്തണം ഭാവവാചകയില്. ഹലോ ആഗ്നസ്, പരീക്ഷ അറ്റൻഡ് ചെയ്യാണ്ടിരുന്നത് പള്ളിയിൽ അവളുടെ ആദ്യ കുർബാനയായിരുന്നു. അതുകൊണ്ട് എഴുതി എന്താണെന്ന്? അതിന് തൊട്ട് താഴെയുള്ള ബോക്സ് നല്ല വൃത്തിയിൽ വരച്ചു വെക്കണം നോട്ടിലേക്ക്. വസുദേവ് എഴുതുന്നില്ലേ? മിസ്സേ ഈ വാക്കുകളെല്ലാം കൂടി എഴുതിയ ഒരു ബോക്സിൽ അത് എഴുതണോ? അത് വേണ്ട, നിങ്ങൾ താഴെ താഴെ അതിന്റെ എക്സാമ്പിൾ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് ബോക്സിൽ എഴുതിയാൽ മതി, ബ്രാക്കറ്റിൽ എഴുതണ്ട. മിസ്സേ 12ാം പാഠത്തിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നായിരുന്നോ? 12 സന്ത് കബീറിന്റെയോ? ഒന്ന് തന്നതല്ലേ മിസ്? എന്നാ അയച്ചതിനല്ലോ, കിട്ടിയില്ലേ? അതിൽ മൂന്നാമത്തെ എങ്ങനെയാണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ മറ്റേ 12ാം പാഠത്തിന്റെ? കബീർ കാ പാലൻ പോഷൻ കിസ്നെ കിയാ? അല്ല അതല്ല, 12ാം പാഠത്തിന്റെ അതന്നെ. മൂന്നാമത്തെ സന്ത് കബീർ കെ അതാണോ? അത് എന്താണ്? എന്ത് ശിക്ഷയാണ് നമുക്ക് കബീർദാസ് തരുന്നത്? ഹമേ സച്ച ഔർ സീധാ ഉപദേശ്, ഹമേ സച്ച ഔർ സീധാ ഉപദേശ് ദിയാ കർത്തേ എന്നാണ് അതിന്റെ ആൻസർ. നമുക്ക് യഥാർത്ഥത്തിൽ നല്ലതുമായ ആൻസർ പിന്നെ ഉപദേശം നൽകിയാണ് ചെയ്യുന്നത്. ഹമേം സച്ച ഔർ സീധാ ഉപദേശ് കിയാ കർത്തേ ഥേ എന്നാണ്. അഫ്രാസ് വീഡിയോ ഓൺ ചെയ്തേ. അതെന്താ ഇത്രയും ലേറ്റ് ആയത്? എഴുതുന്നത് നോട്ടിലോട്ട് എഴുതണ്ടേ? ഏതാണ് ഇപ്പൊ എഴുതുന്ന? ബോക്സ് മാത്രം, ബോക്സ് വ്യക്തിവാചകം, ജാതിവാചകം, ഭാവവാചകത്തിലെ ബോക്സിൽ താഴെ താഴെ അല്ല, ബ്രാക്കറ്റിലത്തെ വേണ്ട. സെന്റൻസ് വേണ്ടേ? സെന്റൻസോ?
noun sentence. ആ വ്യക്തിവാചകം ഹെഡിങ് എഴുതുക, ജാതിവാചകം എഴുതുക, ഭാവവാചകം എഴുതുക. 3 ബോക്സ് ഇറക്കുക. അപ്പൊ നൗൺ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടില്ലേ? ആ സെന്റൻസ് എഴുതാൻ പറഞ്ഞില്ലേ ഞാനിപ്പോ, സംജ്ഞ അല്ല നൗൺ. അത് किसी भी मनुष्य वस्तु स्थान या भाव के नाम को संज्ञा शब्द कहते हैं സെന്റൻസ് ആദ്യം എഴുതണം. അതിനുശേഷം താഴെ ബോക്സ് 3 വരച്ച് എഴുതുക. വൃത്തി എഴുതണേ അവിടെ ഇരുന്നിട്ട്, എങ്ങോട്ട് പോകല്ലേ. എഴുതിട്ട് ഇപ്പൊ തന്നെ എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് ഏത് പാഠം ഇപ്പൊ പഠിക്കാൻ പറഞ്ഞത്? ഏത് പാഠം ഇപ്പൊ പഠിക്കാൻ പറഞ്ഞേ? ദൂസരി ലക്ഷ്മി ബായ്. എല്ലാവരും പഠിച്ച് റെഡി ആയിട്ട് വരിക. ഓക്കെ ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ അവിടെ ഇരുന്ന് എഴുതണേ.